ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തുന്ന ബറോസിൻ്റെ തമിഴ് ട്രെയിലർ ഇന്ന് റിലീസായിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തന്നെ 5 മണിക്കാണ് സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിജയ് സേതുപതിയാണ് ഒഫീഷ്യലായിട്ട് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഒപ്പം ശിവകാർത്തികേയനും വിജയ് ആൻ്റണിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ ഒഫീഷ്യലായിട്ട് തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കുന്നത് എന്ന് തന്നെ പറയാം. അതെ, ഇതിൻ്റെ ട്രെയിലർ തമിഴിലെത്തുകയാണ്. നമ്മൾ മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ കണ്ടു, അതേപോലെ തെലുങ്കിലും ഒക്കെ കാണാൻ കഴിഞ്ഞു. ഇവിടെ തമിഴിലേക്ക് എത്തുന്നു. ഒരു പാൻ ഇന്ത്യൻ മൂവി ആയിട്ട് എത്തുകയാണ്. അതായത് ഈ ഒരു ബറോസ് എന്ന ചിത്രം ഒരു 3Dയിൽ എത്തുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലെയും കുട്ടികളെ തന്നെ ലക്ഷ്യം വെച്ചിട്ട് വരുന്ന ഏറ്റവും മനോഹരമായ സിനിമയാണ്. തമിഴ് ട്രെയിലർ 5 മണി തൊട്ട് കാണാൻ കഴിയും. അതായത് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിലർ കാണാം എന്നുള്ളത് തന്നെയാണ്. അന്യായ മേക്കിംഗ് ക്വാളിറ്റിയാണ് ഈ സിനിമയുടെ ട്രെയിലറിന് ഉള്ളത്. അതായത് വിജയ് ആൻ്റണിയും വിജയ് സേതുപതിയും ചേർന്ന്, അതേപോലെ ഇവർ 3 പേരും കൂടെ ചേർന്ന് ഇറക്കുമ്പോൾ ഇതൊരു അന്യായ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളതാണ്. ശിവകാർത്തികേയനും കൂടെ എത്തുമ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഈ സിനിമ മറ്റൊരു തരംഗമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും ബറോസ് ഇറങ്ങാൻ ഇനിയും 9 ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കിയാണ്. ആദ്യ പ്രദർശനം 9:30-ക്കാണ് തുടങ്ങുന്നത് കേരളത്തിൽ. അതുപോലെ തന്നെ ഫാൻ ഷോസും കാര്യങ്ങൾക്കും ഒന്നും അങ്ങനെ അങ്ങ് പിടികൊടുക്കുന്നില്ല. പക്ഷേ വേൾഡ് വൈഡായിട്ട് ഗംഭീര റിലീസായിട്ട് തന്നെ സിനിമ എത്തും എന്നുള്ളതിന് യാതൊരു സംശയങ്ങളുമില്ല. ഇനി 3Dയിലാണ് സിനിമ എത്തുന്നത്. 3Dയിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി 3D ഫോർമാറ്റിൽ ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയാണ്, അല്ലാതെ 2Dയിൽ നിന്ന് 3Dയിലേക്കുള്ള കൺവേർഷൻ അല്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. എന്തായാലും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ പല പരീക്ഷണങ്ങളും ആദ്യം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ചെയ്ത ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. താരതമ്യേന ചെറിയ ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും ഇവിടെ നിന്നാണ് 70mm ആദ്യത്തെ 3D ചിത്രവും ഒക്കെ വന്നത്. ഇന്ന് ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമയുടെ പ്രമോഷൻ വേളയിൽ ഈ ഒരു വാക്കുകൾ എടുത്തു പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു ഇതിലും എന്തെങ്കിലും പുതുമ എത്തിക്കാൻ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.